ബ്രഹ്മോപാസനയ്ക്ക് ബ്രഹ്മാനുസന്ധാനത്തിന് നാക്കാം, ബ്രഹ്മവിചാരത്തിന് നാക്കാം, ഒക്കെയാണ് നല്ലത്. കാരണം നേതം യതിതം ഉപാസതേ എന്ന് പഠിക്കുന്നതിന് മുമ്പാവും ഇത് എഴുതിയിട്ടുണ്ടാവുക. ഇന്നലത്തെ ആണുള്ളപ്പോൾ, ഇന്നത്തെ അല്ലല്ലോ, അല്ല ഇന്നത്തെയാ. ബ്രഹ്മോപാസനയ്ക്ക് പൂർവജന്മ സംസ്കാരം തടസ്സമായി വരുമോ? നമ്മളൊക്കെ അനേക ജന്മാന്തരങ്ങളിലെ സംസ്കാരങ്ങളാണ് നമ്മളിലുള്ളത്. ഇതിൽ കേവലം സാധനാനുകൂലമായ സംസ്കാരം മാത്രം ആരിലും ഉണ്ടാവില്ല. കേവലം സാധന പ്രതികൂലമായ സംസ്കാരവും ആരിലും ഉണ്ടാവില്ല. കാരണം പുണ്യേന പുണ്യം പാപേന പാപം ഉഭാഭ്യാമേവ മനുഷ്യലോകം എന്നാണ് സാക്ഷാൽ ശ്രുതി പോലും പറയുന്നത്. പുണ്യാധിക്യം കൊണ്ട് പുണ്യജന്മങ്ങളെ നേടുന്നു, പാപാധിക്യം കൊണ്ട് പാപജന്മങ്ങളെ നേടുന്നു. രണ്ടിൻ്റെയും സമ്മിശ്രഭാവം കൊണ്ട് മനുഷ്യജന്മത്തെ നേടുന്നു. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് നന്മയും തിന്മയും ഒരുപോലെ ഉണ്ടാവും. സാധനയിലേക്ക് അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതുമായ സംസ്കാരങ്ങളുണ്ടാവും, ഉറപ്പാ. അപ്പോൾ അതിൽ സാധനാനുകൂലികളായ സംസ്കാരങ്ങൾ വിചാരാദി സാധനകളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ മറ്റത് തടസ്സം നിൽക്കും. അത് പൗരുഷം കൊണ്ട്, പ്രയത്നം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, സങ്കല്പം കൊണ്ട് ഒക്കെ ഈ അനുകൂല വൃത്തികളെ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. അത് ശ്രദ്ധിക്കുക. എങ്ങനെ മറികടക്കാം? മന്ത്രോപാസന ഏറ്റവും ശ്രേഷ്ഠമാണ്, നാമജപം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇപ്പം ജപാദി സാധനകളിലൂടെ അതുപോലെ എത്ര കണ്ട് ദേശകാലാനുസൃതങ്ങളായ സത്കർമ്മങ്ങളെ ചെയ്യാമോ അത്ര കണ്ട് ചെയ്യാം. ദേശകാലാനുസൃതങ്ങളായിരിക്കണം സത്കർമ്മങ്ങൾ. എല്ലായിടത്തും ഒന്നല്ല. ഒരു ദേശത്തിൽ എന്താണോ ഒരു സേവ ആവശ്യമായിരിക്കുന്നത് അത് മറ്റൊരു ദേശത്തിൽ ആവശ്യം ഉണ്ടായിന്ന് വരില്ല. ഒരു കാലത്തിൽ ആവശ്യമുള്ളതായിരിക്കില്ല വേറൊരു കാലത്തിൽ. അപ്പോൾ ദേശകാലാദികൾക്ക് അനുസൃതമായിട്ടുള്ള സത്കർമ്മങ്ങളെ ആചരിക്കുക. നല്ലപോലെ മന്ത്രാദി ഉപാസനകളെ ചെയ്യുക, ജപം തുടങ്ങിയവ. തീർച്ചയായിട്ടും ജന്മാന്തര കൃതമായ ദൂഷിത സംസ്കാരങ്ങളുടെ പ്രഭാവം കുറയും, സംശയമൊന്നുമില്ല.